ഹായ് ഹലോ നമസ്തേ വെൽക്കം ടു ഷാലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഈസി ആയിട്ടുള്ള ഒരു മസാല ലെമൺ റൈസാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. അതിനാദ്യം ആവശ്യമായത് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് വറ്റൽ മുളകും 1 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ ജീരകവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് തണുത്തതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യം കടായി അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കപ്പലണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലോട്ട് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ജീരകവും കടുകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് ഫ്രൈ ആയതിനു ശേഷം അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ മസാലപ്പൊടി ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ പുളിക്ക് അനുസരിച്ചുള്ള നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടോടെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം.